നവജാത ശിശുവിനെ ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് തട്ടുകടയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവല്ല കുറ്റൂർ റെയിൽവേ അടിപ്പാതയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു തട്ടുകടയുടെ വാതിലിൽ ഈ കാണുന്ന സ്ഥലത്താണ് ഒരു ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ തട്ടുകട നടത്തുന്ന ജയരാജൻ രാവിലെ വന്ന് കട തുറക്കാൻ വേണ്ടി ലൈറ്റ് ഇട്ടപ്പോഴാണ് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത്. ഉടൻ തന്നെ ഭാര്യനെ വിളിച്ചറിയിക്കുന്നു. അങ്ങനെ ഇവിടുത്തെ നാട്ടുകാരെല്ലാം അറിയിച്ച് പോലീസ് വന്ന് കുഞ്ഞിനെ ഇപ്പോൾ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് കുഞ്ഞിനെ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചത് എന്നൊന്നും ഇപ്പോൾ ഇതുവരെയും അങ്ങനെയുള്ള വിവരം ലഭ്യമായിട്ടില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത്. ചേച്ചി, ഇന്ന് രാവിലെയാണ് ഈ കുഞ്ഞിനെ ഇവിടെ കണ്ടതല്ലേ? നിങ്ങൾക്ക് എന്താ സംശയം, എന്താ പറയാനുള്ളത്? ഇപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ അങ്ങ് സ്തംഭിച്ചു പോയി. കാര്യം ഒരു കൊച്ചു കുഞ്ഞല്ലേ, ഒരു പിഞ്ചു കുഞ്ഞ്, ചോരക്കുഞ്ഞ്, അതിൻ്റെ ദേഹത്ത് ഒരു തുണി പോലും ഇല്ലാതെ വിറച്ച് കിടക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പ്രവർത്തകനായ രാജേഷിനെ വിളിച്ചു. രാജേഷിൻ്റെ സഹോദരനും എല്ലാവരും കൂടെ വന്നു. കുഞ്ഞിനെ കണ്ടു. ഉടൻ തന്നെ പോലീസിനെ വരും അറിയിച്ചു. പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ വന്നു കുഞ്ഞിനെ കൊണ്ടുപോയി താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി. ചേച്ചിക്ക് എന്തെങ്കിലും സംശയങ്ങളല്ലോ ഉണ്ടോ? കാരണം ഈ കടയെ കുറിച്ച് അറിയാവുന്ന, ഈ സ്ഥലം അറിയാവുന്ന അങ്ങനെ ആരെങ്കിലും ആയിരിക്കും ഇതിന് പിന്നിലാണ് തോന്നുന്നത്? അപ്പം എൻ്റെ ഒരു ബലമായ സംശയം ഇത് ആശുപത്രിയിൽ നടന്ന ഒരു പ്രസവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ആശുപത്രി 6 മണിക്കൂറേ ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. പ്രസവം നടന്നിട്ട് ആശുപത്രിയിലാണെങ്കിൽ 6 മണിക്കൂറിനകം കുഞ്ഞിനെ നമ്മൾ കയ്യിലോട്ട് കിട്ടത്ത് പോലുമില്ല. അപ്പോൾ വീട്ടിലെവിടെയോ നടന്നിട്ട് ഈ കടയോ ഈ പരിസരമോ നന്നായിട്ട് അറിയാവുന്ന ആരോ ആണ് ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിരിക്കുന്നത്. തന്നെയുമല്ല, ഇവിടെ തെരുവ് നായ്ക്കളുടെ ഭയങ്കര ശല്യമുള്ള ഒരു സ്ഥലമാണ് ഈ അടിപ്പാത. രാത്രിയിലും പകലും ഒരുപോലെ നായ്ക്കളുള്ളിടത്ത് നായ്ക്കളില്ലാത്ത സമയം നോക്കിയാണ് അവരിതിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. നായ്ക്കളെങ്ങാനും കണ്ട് ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് നല്ല ആശ്വാസമുണ്ട്. ഇതിനകത്തായതുകൊണ്ടും ഞങ്ങൾ കണ്ടതുകൊണ്ടും നായ്ക്കൾ തൽക്കാലം ഇവിടെ ഇല്ലാഞ്ഞതുകൊണ്ടും ആ കുഞ്ഞിൻ്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റി. നല്ല പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടറും പറഞ്ഞു നല്ല ആരോഗ്യവാനാണ്, 6 മണിക്കൂർ ഏകദേശം ആവുന്നുള്ളൂ കുഞ്ഞുണ്ടായിട്ടെന്നാണ് പറഞ്ഞത്. ആരായാലും ഇതിനെ ഉപേക്ഷിച്ചവരെ കണ്ടുപിടിക്കണമെന്നുള്ളതാണ് എനിക്ക് പോലീസിനോടും എല്ലാവരോടും ചാനലുകാരോടും എല്ലാവരോടും പറയാനുള്ളത്. അതിനെ പോലീസ് എത്രയും വേഗം കണ്ടെത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതിനകത്തൊരു എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, റെയിൽവേ അടിപ്പാതയാണ്. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വഴിയാണ്, റോഡുണ്ട്. അതിനപ്പുറത്തേക്ക് റെയിൽവേ ട്രാക്കുണ്ട്. അപ്പം റെയിൽവേ ട്രാക്കിലൂടെ ആരെങ്കിലും വന്ന് ഇവിടെ കുഞ്ഞിനെ വെച്ചിട്ട് പോയതാകാം എന്ന് വേണമെങ്കിൽ സംശയിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും വാഹനത്തിൽ വന്ന് കുഞ്ഞിനെ ഇവിടെ കിടത്തി ഇവിടുന്ന് മടങ്ങിപ്പോയിട്ടുണ്ടാകാം. അങ്ങനെയുള്ള സംശയങ്ങളൊക്കെയുണ്ട്. ആരായിരുന്നാലും പോലീസ് എത്രയും വേഗം കണ്ടെത്തണം എന്നുള്ള കാര്യമാണ് ജയരാജനും കുടുംബവും പറയുന്നത്. വലിയ തരത്തിൽ തെരുവുനായ്ക്കളുടെ ശല്യമൊക്കെയുണ്ട്. തെരുവുനായ്ക്കൾ പോലും ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ തെരുവുനായ്ക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ജീവനിൽ വലിയ ഹാനികരമായിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു. എന്തായാലും അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് ആരായിരുന്നാലും എത്രയും വേഗം കണ്ടെത്തണം എന്നുള്ള കാര്യമാണ് ജയരാജനും കുടുംബവും പറയുന്നത്. തിരുവല്ലയിൽ നിന്ന് ശ്രീലാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.